മുന്നറിയിപ്പില്ലാതെ അടിപ്പാത നിർമ്മാണത്തിനായി ആമ്പല്ലൂർ സെന്ററിൽ ദേശീയപാത പൊളിച്ചു തുടങ്ങിയതോടെ രണ്ടാം ദിനത്തിലും ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്ക്. ബുധനാഴ്ച രാവിലെയും വലിയ വാഹനനിരയായിരുന്നു. രാവിലെ KSRTC സ്റ്റാൻഡ് വരെയും വാഹനനിര നീണ്ടു. ചൊവ്വാഴ്ച രാത്രിയിലും വലിയ വാഹനനിരയുണ്ടായിരുന്നു. തൃശൂർ ഭാഗത്തേക്കുള്ള ദേശീയപാത തടഞ്ഞ് സർവീസ് റോഡിലൂടെ ഗതാഗതം നിയന്ത്രിച്ചതോടെയാണ് ആമ്പല്ലൂരിൽ വൻ ഗതാഗതക്കുരുക്കുണ്ടായത്. സർവീസ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാതെയാണ് ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വെള്ളിയാഴ്ച മുതലാണ് നേരത്തെ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുന്നതെന്ന് അറിയിച്ചതെങ്കിലും ഒരു മുന്നറിയിപ്പില്ലാതെ ചൊവ്വാഴ്ച തന്നെ അടിപ്പാത നിർമ്മാണത്തിനായി സെന്ററിൽ ദേശീയപാത പൊളിച്ചു തുടങ്ങുകയായിരുന്നു. ഇതോടെ ചൊവ്വാഴ്ച വൈകിട്ട് പുതുക്കാട് സിഗ്നലും കടന്ന് മുപ്ലിയം റോഡ് വരെ വാഹനനിര നീണ്ടു. 15 മിനിറ്റോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ടാണ് വാഹനങ്ങൾ ആമ്പല്ലൂർ സെന്റർ പിന്നിട്ടത്. വൈകിട്ട് 5 മണിക്ക് ദേശീയപാതയിലെ ഗതാഗതം സ്തംഭിച്ച സ്ഥിതിയായിരുന്നു. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണത്തിൻ്റെ പേരിൽ ദേശീയപാതയിലെ ഗതാഗതം സർവീസ് റോഡിലേക്ക് നിയന്ത്രിച്ചതെന്നും നാട്ടുകാർ ആരോപിച്ചു. സർവീസ് റോഡിൻ്റെ നിർമ്മാണം തുടരുന്നതിനിടെയാണ് ദേശീയപാതയിലെ മധ്യഭാഗം പൊളിച്ചു തുടങ്ങിയത്. വീതി കുറഞ്ഞ സർവീസ് റോഡിന് താങ്ങാവുന്നതിലും അധികം വാഹനങ്ങളാണ് എത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ട് അപ്രതീക്ഷിതമായി കരാർ കമ്പനി വാഹനങ്ങളും യന്ത്രങ്ങളും എത്തിച്ച് മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് റോഡ് പൊളിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും സർവീസ് റോഡിലൂടെ ഗതാഗതം നിയന്ത്രിക്കുകയുമായിരുന്നു. നൂറുകണക്കിന് വാഹനങ്ങളാണ് അപ്രതീക്ഷിത ഗതാഗത നിയന്ത്രണത്തെ തുടർന്നുള്ള കുരുക്കിൽപ്പെട്ടത്. ചൊവ്വാഴ്ച വൈകിട്ട് ദേശീയപാതയിൽ മുന്നറിയിപ്പില്ലാതെ കൊണ്ടുവന്ന നിയന്ത്രണം ഗതാഗതത്തെ കാര്യമായി ബാധിക്കുമെന്നും പുതുക്കാട് പോലീസ് അറിയിച്ചു. വരും ദിവസങ്ങളിൽ ഗതാഗതക്കുരുക്ക് കൂടാനാണ് സാധ്യത. NHAIയുടെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള വിഷയമായതിനാൽ പോലീസിന് ഇടപെടുന്നതിനും പരിധിയുണ്ട്. വിഷയം ഉന്നതാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും SHO V സജീഷ് കുമാർ പറഞ്ഞു. ഇതിനിടെ അപ്രതീക്ഷിതമായും അശാസ്ത്രീയമായും അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതിനെതിരെ KK രാമേന്ദ്രൻ MLAയും ശക്തമായി രംഗത്തെത്തി. സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുൻപ് ആമ്പല്ലൂർ സെന്ററിൽ ദേശീയപാത വെട്ടിപ്പൊളിച്ചതിനെ തുടർന്നുണ്ടായ വൻ ഗതാഗതക്കുരുക്ക് NHAIയുടെ വലിയ വീഴ്ചയാണെന്ന് KK രാമേന്ദ്രൻ MLA ആരോപിച്ചു. ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ, കളക്ടർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ വിവരമറിയിച്ചതായും MLA പറഞ്ഞു. വിഷയത്തിൽ കാര്യമായി ഇടപെടണമെന്നും MLA ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാകാതെ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത് ജില്ലാ ഭരണകൂടം നടത്തിയ യോഗങ്ങളിൽ NHAI നൽകിയ ഉറപ്പിൻ്റെ ലംഘനമാണെന്നും MLA അറിയിച്ചു.